അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMS-ൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. നീതിമാനായ അബ്രാഹവും ലോകത്തും തമ്മിൽ അവർ ഒരുപാട് സമ്പത്തുണ്ടായപ്പോഴേക്കും വഴക്കായി. അബ്രാഹാം പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ശണ്ട കൂടരുത്, നമ്മൾ സഹോദരന്മാരാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, വേർപിരിയാം, നമുക്ക് സമ്പത്ത് രണ്ടായി പകുത്ത് വേർപിരിയാം. അവരുടെ ദാസരൊക്കെ ശണ്ട കൂടുക, വഴക്കുണ്ടാക്കുക, നമ്മളും ഇനി അറിയാതെ അവരെ പോലെ ആയിത്തീരാം, അതുകൊണ്ട് വേർപിരിയാം. നിനക്കിഷ്ടമുള്ളത് എടുത്തു, നീ വലത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം, നീ ഇടത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം. സ്വന്തം സഹോദരൻ്റെ ഇഷ്ടം വലുതായി കരുതുന്ന അബ്രഹാം ലോത്ത് നോക്കിയപ്പോൾ സോദോം ഗൊമോറ പ്രദേശങ്ങളിലേക്കാണ് നോക്കിയത്. അത് വളരെ ഫലസപുഷ്ടമായിട്ട് തോന്നി, അങ്ങോട്ട് പൊയ്ക്കളയാം എന്ന് കരുതി. സമ്പത്ത് മാത്രമേ ലോത്ത് നോക്കിയുള്ളൂ, സുഭിക്ഷിത അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കണ്ട ലോത്തിന് അപകടം പറ്റുന്നുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ മോശമായിരുന്നു. ലോത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല അവിടെ. അവിടുത്തെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. അത് ലോത്ത് ശ്രദ്ധിച്ചില്ല, സമ്പത്തിന് പ്രാധാന്യം കൊടുത്തു. നമ്മൾ പലപ്പോഴും കുടുംബത്തിൽ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കും. മക്കളുടെ സ്വഭാവം, അവർ വളരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറില്ലേ? അപകടം പറ്റരുത്. തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് നിഷ്ഠ വയ്ക്കണം. അതുപോലെ പലപ്പോഴും ഈ സമ്പത്തൊക്കെ സ്വത്ത് ഭാഗം ചെയ്യുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അബ്രാഹത്തിൻ്റെ ഇവർ സ്വത്ത് ഭാഗം ചെയ്യുന്ന ഈ സന്ദർഭം ഒന്ന് മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. പിന്നീട് ലോത്തിന് എന്താണ്, നമ്മൾ ഏറ്റവും ആദ്യം കണ്ടതുപോലെ ദുഷ്ടൻ്റെ വിളക്ക് അണഞ്ഞു പോകുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അബ്രാഹം അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും. ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തകർച്ച ഉണ്ടാവുന്നില്ല. കൊടുത്ത് ആരും ദരിദ്രരായിട്ടില്ല. ഒരു നീതിമാനും കൊടുത്ത് മുടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ തന്നെ നമുക്ക് ശ്രമിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സാധിക്കുമോ അത്രയും എല്ലാം നമ്മുടെ ഭാഗത്തു നിന്നും അവർക്ക് സ്വന്തമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാതെ 100% പകുത്തു നൽകാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ മറ്റൊരു സന്ദർഭം, വളരെ നീതിപൂർവം നാം ചിന്തിക്കേണ്ട
വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം. നീതിശാസ്ത്രം ഏറ്റവും കൂടുതൽ പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണല്ലോ അത്. റൂത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് 2 കഥാപാത്രങ്ങൾ അവിടെ, ഓർഫായും റൂത്തും. നവോമി അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ 2 പേരും നഷ്ടപ്പെട്ടു. അവസാനം നവോമിയും 2 മരുമക്കളും തനിച്ചാവുകയാണ്. ഈ വലിയ ദുഃഖത്തിൻ്റെ അവസരത്തിൽ പ്രായമായ നവോമി മരുമക്കളോട് പറയുക, എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ കൂടെ താമസിച്ചിട്ട് ഉപകാരമില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കളേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. അവിടെ ചെന്ന് സന്തോഷപൂർവ്വം മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് നിങ്ങൾ ജീവിക്കുക. ആദ്യം പറഞ്ഞപ്പോൾ ഈ 2 മരുമക്കളും പറഞ്ഞു, ഞങ്ങൾ അമ്മയെ വിട്ട് പോവില്ല, ഞങ്ങൾ അമ്മയുടെ ഒപ്പം തന്നെ. വീണ്ടും നവോമി അവരെ നിർബന്ധിക്കുക, നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ. ഓർഫ ഇതൊരവസരമായിട്ടെടുത്ത് അമ്മായിമ്മയെ ചുംബിച്ച് അവൾ തിരികെ അങ്ങ് പോയി. റൂത്ത് അമ്മായിമ്മയെ വിട്ടുപിരിയുന്നില്ല. റൂത്ത് പറയുക, ഞാൻ അമ്മയെ വേറെ പിരിയണമെന്ന് അമ്മ ഒരിക്കലും എന്നോട് ആവശ്യപ്പെടരുത്. ഞാൻ അമ്മയുടെ കൂടെ തന്നെ വരും. അമ്മയുടെ ജനം എൻ്റെ ജനമായിരിക്കും, അമ്മയുടെ ചാർച്ചക്കാരെൻ്റെ ചാർച്ചക്കാരായിരിക്കും. അമ്മ എവിടെ മരിക്കുന്നു അവിടെ ഞാനും മരിച്ച് അടക്കപ്പെടും. അമ്മയെ വേർപിരിയാൻ എന്നോട് പറയരുത്. 4 അധ്യായമേ ഉള്ളൂ, ഇത് വായിക്കുന്നതല്ല. ഒരു നല്ല അമ്മായിയമ്മയും നല്ല മരുമക്കളുമാകാനായിട്ട് സാധിക്കും. സ്ഫോടനങ്ങൾ പലപ്പോഴും അവിടെയല്ലേ കൂടുതലുണ്ടാവുന്നത്. ഇവിടെ 2 കൂട്ടരും, അമ്മായിയമ്മയും മരുമകളും, ആ ബന്ധം വളരെ പവിത്രമാണ്. എല്ലാ കാര്യങ്ങളും അമ്മായിയമ്മയോട് ഷെയർ ചെയ്യുക. എത്ര പേര് ഷെയർ ചെയ്യും അമ്മായിയമ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്ന്? മരുമക്കൾ അതുപോലെ തന്നെ സ്വന്തം മരുമകൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിക്കുന്ന അമ്മായിയമ്മ, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. വിവേകത്തോടെ കാര്യങ്ങൾ കണ്ട് മരുമകളെ ആ രീതിയിൽ തന്നെ നയിക്കുകയാണ്. ഇങ്ങനെയൊരു മനുഷ്യ സ്ത്രീ ആവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങളിൽ മാത്രം ഒതുങ്ങില്ല, അത് മക്കളിലേക്കും കടക്കും. അവരും ജീവിതത്തിൽ ഒരു വേള അമ്മായിമ്മയും മരുമകളുമായിട്ട് മാറുമ്പോൾ ഈ 2 ഭാഗങ്ങളും വളരെ തന്മയത്വത്തോടെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യും, ജീവിക്കും. നല്ല അമ്മായിമ്മയും നല്ല മരുമകളുമായിട്ട് അവർ ജീവിക്കും. സമൂഹത്തിലേക്ക് കടക്കുമ്പോൾ നീതി എങ്ങും അനീതിയാണ്, നീതി എങ്ങും കാണാനില്ല എന്നൊക്കെ നമ്മൾ പരിതപിക്കാറില്ലേ, സങ്കടപ്പെടാറില്ലേ? പക്ഷെ നീതി ഒന്നും അങ്ങനെ അവസാനിച്ചിട്ടൊന്നുമില്ല. സ്നേഹത്തെ പോലും അതിശയിക്കുന്ന നീതിശാസ്ത്രം സ്വീകരിക്കുന്ന മനുഷ്യര് നമ്മുടെ ചുറ്റുമുണ്ട്. 1-2 അനുഭവങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായതാണ്. ബിനോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നല്ലോ, ഭാര്യയും മക്കളും ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മണ്ണർകാട് എത്തിയപ്പോൾ ഒരു അപകടം നടന്നതായിട്ട് അറിയുന്നു. ഉടനെ ആ മനുഷ്യൻ ചാടി ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണോ? അതാണ് ഭാര്യയുടെ ഏറ്റവും അവസാനത്തെ ചോദ്യം, അതാ, ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണോ? ഉടനെ ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ കഞ്ഞിക്കുഴിയിൽ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് വീട്ടിൽ പൊയ്ക്കോ, ഈ മനുഷ്യനെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഞാൻ വന്നുകൊള്ളാം. അതാണ് ഭർത്താവിൻ്റെയും അവസാനത്തെ മറുപടി. ഇവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അപകടം നടന്നു. അറിയുന്നില്ല അപകടം നടന്നത് ബിനോയ്ക്കാണ് എന്നും അറിയുന്നില്ല. ആ അപകടത്തിൽ ബിനോയ് മരിക്കുകയായി ചെയ്തു.
എല്ലാ അപകടങ്ങളിലും ഓടിയെത്തുന്ന സഹായിക്കുന്ന ആ മനുഷ്യൻ ഒരു അപകടത്തിൽ മരിക്കുക. അതും അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിൽ ജീവൻ പൊലിയുന്ന ഒരു കാഴ്ച. മക്കളെയും ഭാര്യയും മാറ്റി നിർത്തിക്കൊണ്ട് ഓടിയിറങ്ങി മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന ഈ മനുഷ്യനെയൊക്കെ നാം ഹൃദയത്തിലേറ്റുവാങ്ങും, ഈ മനുഷ്യൻ്റെ നന്മ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നതല്ലേ, രാമപുരത്ത് സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ ഒരു സ്കൂൾ കുട്ടി മരിച്ച കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? പത്രത്തിന് മുൻ പേജിൽ തന്നെ വന്നതല്ലേ. സ്വന്തം പുത്രനാണെന്ന് അറിയാതെ സഹായിച്ച പിതാവ് മരണശേഷമാണ് അറിയുന്നത് മടിയിൽ കിടന്നത് സ്വന്തം കുഞ്ഞാണ് എന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ, സഹായിക്കാതെ പോയിരുന്നുവെങ്കിൽ ആ പിതാവിൻ്റെ ഏറ്റവും വലിയ വേദനയായി തീർന്നേനെ, കുറ്റപ്പെടുത്തലായി തീർന്നേനെ, ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കുറ്റപ്പെടുത്തലായി തീർന്നേനെ. പക്ഷേ സഹായിച്ചതുകൊണ്ട്, സ്വന്തം കുഞ്ഞാണെന്ന് അറിയാതെ സഹായിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമെങ്കിലും ജീവിതത്തിൽ ഉടനീളം നിൽക്കും. നേർക്കാഴ്ചകളല്ലേ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന നന്മയുടെ നേർക്കാഴ്ചകൾ. അതുപോലെ നൗഷാദിൻ്റെ കാര്യം, ചായ കുടിക്കാനായിട്ട് ചായ എടുത്ത് വയ്ക്കുന്നു, അന്നേരമാണ് 2 ജീവൻ പൊലിയുന്നതായിട്ട് വാർത്ത കേൾക്കുന്നത്. നിലവിളി ഉയരുന്നു, ഓടിച്ചെല്ലുന്നു, ഡ്രെയിനേജിൻ്റെ മാൻഹോളിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നു. അങ്ങനെ ഇറങ്ങുന്നതിനിടയിൽ കാല് തെറ്റി വീഴുന്നു. പലരും ഇറങ്ങരുതെന്നൊക്കെ പറയുന്നത്, പക്ഷേ അന്ന് ഓർത്ത് നോക്കി, അഴുക്ക് ചാലിൽ 2 മനുഷ്യർ മുങ്ങിത്താഴുകയാണ്, ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നു. അവിടെ മുഖം കുമ്പിട്ട് ഇവരെ വലിച്ചു കയറ്റാനുള്ള ആ മനുഷ്യൻ്റെ തയ്യാറെടുപ്പ്, ആ ധൈര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓവുചാലിൻ്റെ മണം അവിടെയൊക്കെ എത്തുമ്പോൾ നാം മൂക്കും പൊത്തിക്കൊണ്ട് പോകുന്ന നമ്മൾ, അവിടെ പിടയുന്നത് 2 ജീവനുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടിയെടുക്കുന്ന നൗഷാദ്. നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഓർമ്മകളായതൊക്കെ, ഒരിക്കലും മറന്നു കളയരുത്. കാരണം നൗഷാദ് അവിടെ മുങ്ങിത്താഴുന്ന ആ 2 മറുനാടൻ തൊഴിലാളികൾ, ആന്ധ്രക്കാർ 2 പേർ, ഒരു ബന്ധവുമില്ല, യാതൊരു സഹവർത്തിത്വമോ കണ്ടിട്ടോ ഇല്ലായിരിക്കാം. പക്ഷേ ആ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഈ നൗഷാദിൻ്റെ ഒന്നോർത്ത് നോക്കി, സ്നേഹത്തെ അതിശയിക്കുന്ന നീതി, ദൈവം കാട്ടിയ നീതിയാണ് സത്യത്തിൽ. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നിറവേറ്റുന്ന മനുഷ്യ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും അവസാനിച്ചിട്ടില്ല. നന്മയുടെ നിറവ് ഇന്നും നിറഞ്ഞു നിൽപ്പുണ്ട്, അതൊന്നും വറ്റിയിട്ടില്ല. നീതിശാസ്ത്രം മുഴുവൻ അപ്പാടെ പകർത്തുന്ന വ്യക്തികളുണ്ട്. അവരോടൊപ്പം അണിചേരാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഇങ്ങനെയുള്ള നന്മയുടെ മാതൃകകൾ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലും അതുപോലെയുള്ള നന്മകൾ ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നീതിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നാണ് ശത്രുക്കളോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്. ശത്രു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അവസ്ഥയിൽ തന്നെ ആ വ്യക്തി അർഹതപ്പെടുന്നതാണ് നിങ്ങളുടെ ക്ഷമ. ആ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയുടെ എല്ലാ നന്മയും ഉൾക്കൊള്ളുന്നത് ക്ഷമിക്കുന്നയാളാണ്. അതിൻ്റെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കുന്ന വ്യക്തി ക്ഷമിക്കുന്നയാളാണ്. പക്ഷേ നിങ്ങളുടെ ക്ഷമ അർഹതപ്പെടുന്നത് തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്.
അങ്ങനെ തെറ്റ് ചെയ്യുന്ന വ്യക്തികളോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തും. ആൻറ്റോയിൻ ലെറിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ഭാര്യ ഈ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചു. അതിനുശേഷം ഈ ശത്രുക്കളോട് ക്ഷമിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ്. അതിൽ അയാൾ പറയുന്ന ഇതാണ്: നിങ്ങൾ കവർന്നെടുത്തത് ഒരു അസാധാരണ ജീവിതമായിരുന്നു. നിങ്ങൾ കവർന്നെടുത്തത് എൻ്റെ സ്നേഹമായിരുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു. 17 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ വെറുപ്പ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. എൻ്റെയും വെറുപ്പ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ദുഃഖം എൻ്റെ ഹൃദയത്തെ തഴുകി നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ വെറുക്കില്ല. ഞാൻ നിങ്ങളെ വെറുത്താൽ ഞാനും നിങ്ങളെപ്പോലെ ഭീകരനാവും. എൻ്റെ കുഞ്ഞ് നിങ്ങളെ വെറുത്തു തുടങ്ങിയാൽ അവനും നിങ്ങളെപ്പോലെ ഭീകരനാവും. സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിക്കും, വീണ്ടും കാണും. കുറേ നാളുകൾക്ക് ശേഷം, കാത്തിരിപ്പിന് ശേഷം, കുറേ രാത്രിയും പകലും കാത്തിരുന്ന ശേഷം ഇന്ന് ഞാൻ അവളുടെ മൃതശരീരം കണ്ടു. ഏറ്റവും ആദ്യ ദിവസം കണ്ട പോലെ തന്നെ അവൾ സൗന്ദര്യവതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തനിച്ചായി, ഞാനും എൻ്റെ മകനും. എനിക്ക് താങ്കളെക്കുറിച്ച് ഞാൻ അധികം ആലോചിച്ച് നിങ്ങളെ വെറുക്കുന്നില്ല. എനിക്ക് സമയമായി, എൻ്റെ കുഞ്ഞ് ഉണരാൻ സമയമായി. അവനുമായി ഞാൻ കളിക്കും, എന്നും കളിക്കുന്നത് പോലെ ഇന്നും കളിക്കും. എൻ്റെ ഭാര്യ ലോകത്തെ എങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കിക്കണ്ടോ, അതുപോലെ ലോകത്തെ നോക്കിക്കാണാൻ എൻ്റെ കുഞ്ഞിനെ ഞാനും പഠിപ്പിക്കും. നിങ്ങൾക്ക് എൻ്റെയോ എൻ്റെ കുഞ്ഞിൻ്റെയോ വെറുപ്പ് നേടിയെടുക്കാൻ സാധിക്കില്ല. നീതിയുടെ ഒരു ശാസ്ത്രമാണ് കേട്ടോ. തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് കൈമുതലായിരിക്കും. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം അത് നിങ്ങളുടെ ശത്രുവിലേക്ക് ഒഴുകും. അവിടെ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ആ ശത്രുവിൻ്റെ മാനസാന്തരത്തിലേക്കും വഴിതെളിക്കും. ഈ ക്ഷമിക്കാൻ സാധിക്കുക. കാരണം നാമൊക്കെ ഒരുപാട് തെറ്റുകൾ പെട്ടിട്ട് ക്ഷമ നേടിയെടുത്ത, ദൈവത്തിൽ നിന്നും ക്ഷമയൊക്കെ സ്വീകരിച്ച വ്യക്തികളാണ്. 10,000 താലന്ത് കടമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് 100 ദനാറ തരേണ്ട ഒരു മനുഷ്യൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുക. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. മറ്റുള്ളവരുടെ കഴുത്തിന് പിടിക്കുന്ന വ്യക്തികളായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ പകയും വിദ്വേഷവും വിരോധവും അലയടിച്ചുയർന്നുകൊണ്ട് മറിച്ച് ക്ഷമിക്കാൻ പഠിക്കുകയാണെങ്കിൽ ദുഷ്ടനോട് ചെയ്യുന്ന നമ്മുടെ നീതിയായിരിക്കും അത്. ദുഷ്ടൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന നീതി നമ്മുടെ ക്ഷമ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നന്മ പ്രവൃത്തികൾ നമ്മിൽ നിന്നും ഒഴുകാനായിട്ട്, ആത്യന്തികമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആ നന്മ പ്രവൃത്തികൾ ഒഴുകിയിറങ്ങാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ആദ്യം മാതാപിതാക്കൾ തമ്മിലുള്ള, ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ നീതിയുടെ നിറവ് അനുഭവിക്കട്ടെ. അതിനുശേഷം മക്കളും മാതാപിതാക്കളും അവർ തമ്മിലുള്ള ബന്ധത്തിലും ഈ നീതിശാസ്ത്രം അഭ്യസിക്കാൻ സാധിക്കട്ടെ. നീതിയുടെ നിറവ് അങ്ങനെ ഒഴുകിയിറങ്ങട്ടെ, ജലം പോലെ ഒഴുകിയിറങ്ങട്ടെ. ജലം പോലെ, വറ്റാത്ത നീർച്ചാല പോലെ ജലം പോലെ നീതി ഒഴുകട്ടെ. ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതല്ലേ, നീതി ജലം പോലെ അർഹതപ്പെട്ടവരിലേക്ക്, താഴ്ന്ന മനുഷ്യരിലേക്ക്, ബലഹീനരിലേക്ക്,
ജലം പോലെ ഒഴുകിയിറങ്ങട്ടെ, പ്രകാശം പോലെ കത്തി എരിയട്ടെ. നീതിമാൻ്റെ ദീപം തിളങ്ങി പ്രകാശിക്കും, തിളങ്ങി പ്രകാശിക്കും. ചുറ്റുപാടും പരക്കുന്ന പ്രകാശം പോലെ, വർഗ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരിലേക്കും പ്രകാശം പെയ്തിറങ്ങുന്നത് പോലെ, ഒഴുകി ഇറങ്ങുന്നത് പോലെ. നോക്കി, കത്തിച്ച് വെച്ച ദീപങ്ങൾ ചുറ്റുപാടും ഒരേപോലെ കടന്നു പോവുകയാണ്. അങ്ങനെ എല്ലാവരിലേക്കും ഈ നന്മകൾ ഒഴുകിയിറങ്ങാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകൾ, ഉള്ളിൽ നാം അനുഭവിക്കുന്ന നന്മകൾ നമ്മുടെ ദീപത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി തീർക്കും, പ്രസന്നമാക്കി തീർക്കും. അത് മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, പുറത്തുള്ള സമൂഹത്തിലേക്ക്, ശത്രുവിലേക്ക്, അവിടെയും നീതി ആവശ്യമുണ്ട്. ശത്രുവിലേക്കും ഈ നീതി ജലം പോലെ ഒഴുകട്ടെ, പ്രകാശം പോലെ തെളിയട്ടെ. നമ്മിലുള്ള പ്രകാശത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശു പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നിന്ന് നടക്കുന്നില്ല. എൻ്റെ വിളക്ക്, ദുഷ്ടനായ എൻ്റെ വിളക്ക് അണഞ്ഞു പോകുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ തിന്മയാണ്, അന്ധകാരമാണ്. അന്ധകാരത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് യേശുവിൻ്റെ പിന്നാലെ നടക്കാം. യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ വഴികളിൽ പ്രകാശിക്കട്ടെ. അങ്ങയുടെ പ്രകാശം എൻ്റെ ജീവിതത്തിന് വെളിച്ചമായിട്ട് മാറട്ടെ. അത് ജീവൻ്റെ വെളിച്ചമായിരിക്കും. യേശു പറയുന്നു, അത് ജീവൻ്റെ വെളിച്ചമായിരിക്കും. യേശുവിൻ്റെ പ്രകാശം നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാം. നമ്മുടെ ദീപം കത്തി ജ്വലിച്ച് പ്രകാശിക്കട്ടെ. നമ്മുടെ നീതി ജലം